ഹായ്, ഞാൻ RJ അയ്യർ ഹരിചന്ദ്രൻ മഠം. ഇന്ന് നമുക്കൊരു യുവാവിൻ്റെ കാര്യം പരിഗണിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം. നഗരത്തിലെ പ്രശസ്തമായ ഒരു ഇൻ്റർനാഷണൽ കമ്പനിയിലെ ഉയർന്ന ഉദ്യോഗത്തിലാണ് ഇദ്ദേഹം ഉണ്ടായിരുന്നത്. വിവാഹിതനാണ്, ഒരു കൈക്കുഞ്ഞുണ്ട്. നഗരപ്രാന്ത പ്രദേശത്ത് ഈ അടുത്ത കാലത്ത് ഒരു പുതിയ വീട് വെച്ചു. നല്ലൊരു ലോണൊക്കെ എടുത്ത് കുറച്ച് കാശൊക്കെ സമീപത്തു നിന്നൊക്കെ തട്ടിക്കൂട്ടിയിട്ടാണ് അദ്ദേഹം ഈ വീട് വെച്ചത്. ഈ ഒരു ബാധ്യതയ്ക്ക് പുറമെ അല്ലറ ചില്ലറ വേറെ ബാധ്യതകളും അദ്ദേഹത്തിനുണ്ട്. എങ്കിലും കുഴപ്പമില്ല, മികച്ചതായ ഒരു വരുമാനമുള്ള ജോലിയാണ്. ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഇദ്ദേഹത്തിന് ഇത് എല്ലാം സോൾവ് ആക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ഹാപ്പി ആയിട്ടുള്ള ലൈഫാണ് അദ്ദേഹം നയിച്ചു പോന്നിരുന്നത്. ഭാര്യയും കുഞ്ഞുമായിട്ട് ഉല്ലസിച്ച് ജീവിക്കുന്ന ഒരാൾ. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലുമൊക്കെ ഇവർ യാത്രകൾ പോകുന്നതും ആസ്വദിക്കുന്നതുമായിട്ടുള്ള ഒട്ടേറെ ചിത്രങ്ങളൊക്കെ കടന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കാര്യങ്ങൾ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റാറ്റസിൽ എൻ്റെ ജീവിതം തന്നെ നഷ്ടപ്പെട്ടു എന്നുള്ള അർത്ഥത്തിൽ ഒരു മെസ്സേജ് പ്രത്യക്ഷപ്പെടുന്നത്. വിളിച്ചന്വേഷിക്കുന്നവർക്ക് കാര്യമൊന്നും പിടികിട്ടിയില്ല. പിന്നീട് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ തൊഴിൽ നഷ്ടമായിരിക്കുകയാണ്. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്ന് പുറത്തു വന്നു. പിറ്റേ ദിവസം രാവിലെ ഓഫീസിലേക്ക് പുറപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് മെയിലൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അദ്ദേഹം ആ വിവരം കാണുന്നത്. തന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു മെസ്സേജ്. കാര്യം എന്താണെന്നോ എങ്ങനെയാണെന്നോ ഒരു പിടിയില്ല. അദ്ദേഹം ഓടിപ്പാഞ്ഞ് അവിടെ ചെന്ന് കമ്പനിയിൽ ചെന്ന് അന്വേഷിക്കുന്നു. കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് കുറേ തൊഴിലാളികളെ പിരിച്ചുവിടുന്നു, ആ കൂട്ടത്തിൽ ഇയാളെയും പിരിച്ചുവിടുന്നു എന്നുള്ളൊരു മറുപടിയാണ് മാനേജ്മെൻറ്റ് തലത്തിൽ നിന്ന് ലഭിച്ചത്. ഇത് കേട്ട് അദ്ദേഹം പാടെ തകർന്നുപോയി. ഇനി തൻ്റെ ജീവിതം എന്താകും? മുന്നിൽ കടക്കണിയുടെ ഒരു കൂമ്പാരം തന്നെ പെരുകും. മാസാമാസം EMIക്ക് വേണ്ടിയിട്ട് താൻ എവിടെ നിന്ന് കൊടുക്കും? പെട്ടെന്നൊരു ജോലി എവിടെ നിന്നാണ് തനിക്ക് സംഘടിപ്പിക്കാനാകുക? ഒരു ജോലി കിട്ടിയാൽ തന്നെ ഇത്രത്തോളം സാലറി എവിടെ നിന്നാണ് പ്രതീക്ഷിക്കാൻ കഴിയുക എന്നുള്ള 100,000 ചോദ്യങ്ങൾ ഇദ്ദേഹത്തെ കുഴക്കി. അദ്ദേഹം വലിയൊരു ഡിപ്രഷൻ്റെ കണ്ടീഷനിലേക്ക് എത്തിച്ചേരുകയും ചെയ്തു. ഇത് ഞാൻ പറഞ്ഞ ഒരു യുവാവിൻ്റെ കാര്യമല്ല. ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ തൊഴിൽ നഷ്ടപ്പെട്ട് ജീവിതത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒട്ടനവധി പേർ നമ്മുടെ ഇടയിലുണ്ട്. തൊഴിൽ നഷ്ടപ്പെടൽ എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ആർക്ക് വേണമെങ്കിലും സംഭവിക്കാൻ കഴിയുന്ന കാര്യമാണ്. പക്ഷെ പലപ്പോഴും ആ തൊഴിലിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ചായിരിക്കും അത് നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന ആഘാതം ഒരു വ്യക്തിയിൽ പ്രതിഫലിക്കുന്നത്. സർക്കാർ ജോലിയോട് വളരെയധികം പ്രിയമുള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ ആ തൊഴിലിൽ ഒരു സെക്യൂരിറ്റി ഉണ്ട്. ഒരു പ്രൊബേഷൻ പീരീഡൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, ജോലിയിലൊരു സ്ഥിരത പൂർണ്ണമായിട്ട് കൈവരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഒരാൾ ഉദ്യോഗത്തിൽ നിന്ന് പുറത്തു പോകാൻ സാധ്യതയില്ല. അങ്ങനെ പുറത്താവണമെങ്കിൽ അയാളുടെ ഭാഗത്തുനിന്ന് വളരെ വലിയ തെറ്റുകൾ ഉണ്ടായിരിക്കണം. അത് തെളിയിക്കപ്പെട്ടാൽ അദ്ദേഹം തൊഴിൽ നിന്ന് പുറത്തു പോകാം, അല്ലെങ്കിൽ ചെറിയ സസ്പെൻഷനൊക്കെ ചിലപ്പോൾ കിട്ടിയേക്കാം. എന്നതിലുപരി തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത മറ്റ് തൊഴിൽ മേഖലയെ അപേക്ഷിച്ച് സർക്കാർ ജോലിയിൽ കുറവ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, മറ്റ് തൊഴിൽ റിസ്ക് കൂടുതലാണെങ്കിലും സർക്കാർ ജോലിയിൽ നിന്ന് കിട്ടുന്നതിന് 10 മടങ്ങ് ശമ്പളം വരെ ചിലപ്പോൾ കിട്ടിയേക്കാം. കാര്യം ഒരു സർക്കാർ ജോലിക്കാരൻ 5-10 വർഷം കൊണ്ട് സമ്പാദിക്കുന്ന കാര്യം ഇയാൾക്ക് ചിലപ്പോൾ 1-2 വർഷം കൊണ്ട് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ പ്രൈവറ്റ് മേഖലയിലുള്ള കോർപ്പറേറ്റ് മേഖലയിലൊക്കെയുള്ള തൊഴിലുകൾക്ക് കൂടുതൽ പ്രസക്തിയുണ്ടെന്ന് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർക്ക് തോന്നുകയും അവർ അത്തരം മേഖലയിലെ തൊഴിലുകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അങ്ങനെ സർക്കാർ ഇതര മേഖലയിൽ തൊഴിൽ നോക്കി പോകുമ്പോൾ കുറച്ചധികം റിസ്ക് കൂടുതൽ തന്നെയായിരിക്കും. തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത അവിടെ ഏറെയാണ്. ഇതുപോലെ തന്നെയാണ് കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യവും. ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരടുത്ത് ആദ്യമേ പറയും ഇതൊരു കരാർ ജോലിയാണ്, ഇത് സ്ഥിരം ജോലിയല്ല എന്നുള്ളത്. പക്ഷേ സർക്കാരിലൊക്കെ ഒരു കരാർ ജോലിയിലൊക്കെ കയറുന്ന ഒരാളുടെ പ്രതീക്ഷ ഇത് എന്നെങ്കിലും സ്ഥിരപ്പെടും എന്നുള്ളൊരു സാധ്യതയാണ്. കരാർ ജോലിയാണിത് എന്ന് പറയുമെങ്കിലും തങ്ങൾ സ്ഥിര ജോലിക്കാരെ പോലെയാണ് എന്ന് വർഷങ്ങൾ കടന്നു പോകവേ ഒരാൾ ചിന്തിക്കുകയും അയാൾ ആ ജോലിയിലെ സ്ഥിരത താൻ ഒരിക്കലും പിരിച്ചു വിടപ്പെടില്ല എന്നുള്ള ചിന്തയിൽ നിന്നുകൊണ്ട് ചില റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷേ അദ്ദേഹം ആ തീരുമാനം എടുത്തു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ കരാർ ജോലിക്കാരെല്ലാം പറഞ്ഞു വിടുന്ന, അതായത് ജോലിയിൽ നിന്ന് പുറത്തേക്ക് വിടുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ അവിടെ ഈ വ്യക്തിയും ആ കുടുംബവും വലിയൊരു തകർച്ചയിലേക്ക് പോയി ചേരുകയാണ് ഉണ്ടാവുന്നത്. തൊഴിൽ നഷ്ടം എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ നട്ടെല്ല് തകർക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഇന്ന് അനവധിയാണ്. കാര്യം വലിയ വലിയ പൊസിഷനിലിരുന്നിട്ട് ഒന്നുമില്ലാത്ത സ്ഥിതിയിലേക്ക് കൂപ്പുകുത്തിയിട്ട് ചിലപ്പോൾ ജീവിതം തന്നെ മടുത്തുപോയി ആത്മഹത്യ ചെയ്യുന്നവർ, സാമ്പത്തിക ഭാരത്താൽ
ഒളിച്ചോടേണ്ട അവസ്ഥ വന്നിട്ടുള്ളവർ, വിദേശത്ത് നിന്ന് നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിക്കിടക്കുന്നവർ, അങ്ങനെ ഒരുപാട് പേരുണ്ട് ഈ തൊഴിൽ നഷ്ടത്തിൻ്റെ കെടുതി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാൽ പുതിയൊരു ജോബിലേക്ക് കയറാനുള്ള സമയം ചിലപ്പോൾ വളരെ വൈകിപ്പോവും. അതും ഇവരുടെ ബാധ്യതകളെ കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു തൊഴിൽ നഷ്ടപ്പെടുന്നതിന് മുമ്പാണ് ചില തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടത്. തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മളെടുക്കുന്ന ബുദ്ധികളൊന്നും വലിയ ബുദ്ധിയാവില്ല. കാര്യം ആ തൊഴിൽ നഷ്ടപ്പെട്ടത് മുതൽ അടുത്ത തൊഴിൽ, മികച്ച തൊഴിൽ നേടിയെടുക്കുന്നത് വരെയുള്ള സമയത്ത് നമ്മൾ പോകുന്നത് തീക്കനലിൻ്റെ മുകളിലൂടെയായിരിക്കും. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധ വച്ചേ പറ്റൂ. അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഇതിൽ ഒന്നാമത് പറയുന്നത് ഒരു റിസ്ക് ഫണ്ട് കരുതുക എന്നുള്ളതാണ്. അതായത് ഒരു എമർജൻസി ഫണ്ട്. അതായത് നമ്മളൊരു തൊഴിൽ പ്രവേശിക്കുകയാണ്, നല്ല സാലറിയാണ്, നല്ല കമ്പനിയാണ് എന്ന കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ തൊഴിൽ ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം എന്നൊരു സ്ഥിതി ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സ്ഥലത്താണ് നമ്മൾ ജോലി ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ തന്നെയും നമ്മൾ ഒരു റിസ്ക് ഫണ്ട് പരമപ്രധാനമായിട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. ഏത് തരം ജോലിക്കും ഒരു റിസ്ക് ഫണ്ട്, എമർജൻസി ഫണ്ട് നമുക്കവിടെ ഉണ്ടായിരിക്കണം. നമുക്ക് ഒരു 6 മാസത്തേക്ക് ഒരു ജോലിയും ഇല്ല, ഒരു ശമ്പളവുമില്ല എന്നിരിക്കലും നമുക്ക് ജീവിച്ചു പോകാനുള്ളത്, നമ്മുടെ ഏതെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ അത് നിറവേറ്റാനുള്ളത്, പ്രത്യേകിച്ച് ബാങ്കിൽ നിന്ന് EMI പിടിക്കുന്ന കാര്യം കാണും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് നമുക്ക് പണം കൊടുക്കാനുള്ളത് കാണും, കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യം കാണും, ഹോസ്പിറ്റൽ ചെലവുകൾ കാണും. അങ്ങനെ എന്ത് കാര്യം വന്നാലും നമ്മൾ തൊഴിലിലുള്ളപ്പോൾ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുന്നുവോ അതുപോലെ മാനേജ് ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു റിസ്ക് ഫണ്ട് നമ്മൾ ഏത് രീതിയിലായാലും സ്വരൂപിച്ച് വെച്ചേക്കണം. നമുക്കിപ്പോൾ മാസ വരുമാനം എത്രയുണ്ട് അതിൻ്റെ ഒരു 6 മടങ്ങ് തുക നമ്മൾ സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചിരിക്കണം എന്നൊരു സാരം. അതായത് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 6 മാസം നമ്മുടെ മുന്നിലുണ്ട്. ആ സമയത്തിനുള്ളിൽ നമുക്ക് ഒരു പുതിയ തൊഴിൽ നേടിയെടുക്കാനോ അല്ലെങ്കിൽ ഈ മണി എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യുന്നതിന് കുറച്ച് സമയമോ നമുക്ക് കിട്ടും. അത്രയും നാൾ നമ്മൾ വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്ന് ചേരുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയൊരു തൊഴിൽ നേടിയെടുത്താലുടൻ ആദ്യമായി പോയി ഉള്ള EMI ഒക്കെ ഇട്ട് കാറ് മേടിക്കുക, വലിയ EMI ഇട്ട് വീട് വാങ്ങിക്കുക, ഫ്ലാറ്റ് വാങ്ങിക്കുക, അതൊന്നുമല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഭാവിയിലേക്ക് വരാനുള്ള സുരക്ഷിതത്വമായിട്ടുള്ള കുറച്ച് പണം നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിച്ച് സൂക്ഷിക്കുകയാണ്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഈ തൊഴിൽ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ വലിയൊരു കടത്തിലേക്കോ വലിയൊരു പ്രശ്നത്തിലേക്കോ ചെന്ന് കൂപ്പുകുത്തി പോകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കല്യാണമൊക്കെ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ അവർ വലിയ ജോലിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും വിവാഹമൊക്കെ കഴിച്ചത്. പക്ഷേ ആ തൊഴിലങ്ങ് നഷ്ടപ്പെട്ടു പോവുകയും ആ മൊത്തത്തിലുള്ള സ്റ്റാറ്റസൊക്കെ നഷ്ടപ്പെട്ട് ആകെ കൂടി വിഷണ്ണാവസ്ഥയിൽ നിൽക്കുന്നൊരു സമയമായിരിക്കും. അപ്പോഴത്തേക്കും നമുക്കൊരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ, അവിടെ നമ്മൾ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അത് കുടുംബത്തിലെ വലിയ ആഘാതമാകാത്ത തരത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒപ്പം തന്നെ 3-4 മാസം നമ്മൾ നന്നായിട്ട് പരിശ്രമിച്ചാൽ നമുക്കൊരു പുതിയൊരു തൊഴിൽ നേടിയെടുക്കാനും പറ്റും. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു എക്സ്ട്രാ ഇൻകം തയ്യാറാക്കി വയ്ക്കുക എന്നുള്ളതാണ്. നമ്മൾ ഏത് മേഖലയിലുള്ള ജോലിയോ ചെയ്യട്ടെ, എന്തോ ആവട്ടെ, പക്ഷേ നമുക്ക് നമ്മുടെ നിത്യ ചെലവുകൾക്കും മറ്റുമായിട്ട് ഒരു എക്സ്ട്രാ ഇൻകം കണ്ടെത്തുന്ന തരത്തിലുള്ളൊരു തൊഴിൽ നമ്മൾ ഇതിനോടൊപ്പം ചെയ്തു പോകുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. അത് നമ്മളുടെ കഴിവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമായിരിക്കും. ചിലർക്ക് ടീച്ചിങ്ങിലുള്ള കഴിവായിരിക്കും, ചിലർക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കിയിട്ട് വിൽക്കുന്ന കാര്യമായിരിക്കും, ചില ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. അങ്ങനെ 1-2 മണിക്കൂർ ദിവസത്തിൽ മാറ്റി വെച്ച് ഒരു കുറച്ച് ഇൻകം, നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ പറ്റുന്നൊരു ഇൻകം നമുക്കുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പണി നമ്മൾ കണ്ടെത്തിയിരിക്കണം. മാത്രമല്ല നമുക്കൊരു പാസീവായിട്ട് ഒരു ഇൻകം വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ചിലർക്ക് യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും, സോഷ്യൽ മീഡിയയിൽ ചില കണ്ടൻറ്റുകൾ ചെയ്യുന്നതായിരിക്കും, ചിലർക്ക് എഴുത്തായിരിക്കും, പുസ്തകരചന, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും, ഗായകരായിരിക്കും. ഇങ്ങനെ നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മളൊരു യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ കിടന്നുറങ്ങുമ്പോൾ ഒരുപാട് പേരത് കാണുന്നു. പതിയെ നമുക്ക് അതിൽ നിന്ന് മണി വന്നുകൊണ്ടിരിക്കുന്നു. അത് ചിലപ്പോൾ ഒരു മാസം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും ഇത് നല്ല വാച്ച് ടൈമുള്ളൊരു വീഡിയോ ആണെങ്കിൽ നമുക്കതിൽ നിന്ന് വരുമാനം കിട്ടും. ഇതുപോലെ നമ്മൾ വർക്ക് ചെയ്യാത്ത സമയത്ത് പോലും നമുക്ക്
പണം വരുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരു പുസ്തക രചന ഇതുപോലെ തന്നെയാണ്. നമ്മൾ പുസ്തകം രചിച്ചു, ആ രചിച്ച സമയത്തുള്ള പാടുകളേ ഉള്ളൂ. അത് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നല്ല ബെസ്റ്റ് സെല്ലർ ആവുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടും. അതുപോലെ ഒരു പാസീവ് ഇൻകം, നിങ്ങളുടെ കഴിവിനനുസരിച്ച് ഒരു പാസീവ് ഇൻകം കൂടെ കണ്ടെത്താൻ കഴിയുമെങ്കിൽ ഈ എക്സ്ട്രാ ഇൻകവും പാസീവ് ഇൻകവും കൂടെ ചേർന്ന് നിങ്ങൾക്ക് ഒരു റിസ്ക് ഉണ്ടാകുന്ന സമയത്ത് നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യും. അത് എല്ലാവരും അവരവരുടെ കഴിവ് ഉപയോഗിച്ച് ഒരെണ്ണം ചെയ്യുന്നത് എന്തുകൊണ്ടും ഗുണകരമായിരിക്കും. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു തൊഴിലിൽ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു തൊഴിൽ നമ്മൾ നോക്കി വച്ചിരിക്കണമെന്നുള്ളതാണ്. അതായത് നമ്മൾ സേഫായിട്ടുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നതെന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. നമുക്കിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി നമ്മൾ ചിന്തിക്കുകയാണ് ഇവിടെ വളരെ സേഫ് സോണാണ്, എൻ്റെ റിട്ടയർമെൻ്റ് കാലം വരെ എനിക്കിവിടെ നിൽക്കാം. പ്രത്യേകിച്ച് പൊതുമേഖലകളിലൊക്കെ നമ്മൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. സർക്കാർ ജോലിയിലൊക്കെ ചിലപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വലിയ റിസ്ക് ഒന്നുമില്ല, അങ്ങനെ ചിന്തിക്കാം. എന്നാലൊരു പ്രൈവറ്റ് മേഖലയിലൊക്കെ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ആ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നം വരിക, ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ മാനേജ്മെൻറ്റിൽ എന്തെങ്കിലും പ്രശ്നം വന്നു പോയാൽ നമ്മുടെ കുറ്റം കൊണ്ടല്ലാതെ ആ കമ്പനി തകർന്നു പോകാം. അതോടുകൂടി നമുക്കത് നഷ്ടപ്പെട്ടു പോയേക്കാം. അല്ലെങ്കിൽ തന്നെ ചില ജീവനക്കാരുടെ പെരുമാറ്റ ദൂഷ്യം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് പുതിയൊരാൾ അവിടെ മാനേജ്മെൻറ്റ് തലത്തിലേക്ക് വരുന്നത്. അയാൾ മറ്റുള്ളവരെ വളരെ ടോർച്ചർ ചെയ്യുന്ന രീതിയൊക്കെ ആയിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കവിടെ പിടിച്ച് നിൽക്കാൻ പറ്റാത്ത കണ്ടീഷൻ വരും. അതുകൊണ്ട് തന്നെ നമ്മളൊരു ജോലിയിൽ എത്ര സുരക്ഷിതമാണ് എന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴും നമുക്ക് ഇവിടെ നിന്ന് ഒരു കാരണവശാൽ പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നാൽ നമുക്ക് അധികം വൈകാതെ തന്നെ ചെന്ന് ജോയിൻ ചെയ്യാവുന്ന മറ്റൊരു ഇടത്താവളം, നമുക്ക് മറ്റൊരു തൊഴിലിനെ നമ്മൾ സേഫായിട്ടിരിക്കുമ്പോൾ സന്തോഷത്തോടു കൂടി ഇരിക്കുമ്പോൾ തന്നെ അന്വേഷിച്ച് കണ്ടെത്തി വച്ചിരിക്കണം. അത് ഓരോ തവണയും അത് നമുക്ക് അവിടെ ഉണ്ട്, അങ്ങനെ ഒരു തൊഴിൽ സാധ്യത ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ടും ഇരിക്കണം. കാര്യം നമ്മളെപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയിലാണ് ഇത്തരം റിസ്ക് ഉള്ള ജോലിയിൽ നിൽക്കുന്നത്. അല്ലാതെ നമ്മളവിടെ സേഫിനെ പ്രതീക്ഷിക്കരുത്. ആ സേഫിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ് വലിയ ആഘാതങ്ങളിലേക്ക് ചെന്നപ്പെടുക. അതല്ല, നിങ്ങൾ ഈ പറഞ്ഞ പോലെ വലിയൊരു തുക ഇതിനോടകം സേവ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമൊന്നുമില്ല. കാര്യം നിങ്ങൾ കുറേ കാലം ജോലി ചെയ്തപ്പോൾ നല്ലൊരു ഇൻകം നിങ്ങൾ SIP വഴിക്ക് മ്യൂച്വൽ ഫണ്ടിലോ അങ്ങനെയൊക്കെ സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രശ്നം വരില്ല. അല്ലാതെ മാസാമാസം കിട്ടുന്ന ഈ വരുമാനത്തിന് മുകളിലാണ് നിങ്ങളുടെ ജീവിതം നടന്നു പോകുന്നതെങ്കിൽ തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഇറങ്ങിയാൽ കയറാൻ പറ്റുന്ന തരത്തിലുള്ള ജോബ് കണ്ടെത്തി വെച്ചില്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോകാനുള്ള സാധ്യത കൂടുതലാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അങ്ങനെ ഒരു തൊഴിൽ ഏതൊരു വ്യക്തിയും കണ്ടെത്തിയിരിക്കണം. ഇനി അടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു തൊഴിലിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കഴിവ് വർദ്ധിപ്പിക്കാനുള്ള ചില കാര്യങ്ങൾ കൂടി ചെയ്യണം. അതായത് നമ്മൾ ചില ജോലിയിലൊക്കെ പ്രവേശിച്ചിട്ട് അവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അവിടുത്തെ ജീവനക്കാരുമായിട്ട് മാനേജ്മെൻറ്റുമായിട്ട് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായി നമുക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. ഈ തൊഴിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് അവർ നമ്മളെ പറഞ്ഞു വിടുന്നത് മാത്രമല്ല, നമുക്ക് ഇനി ആ കമ്പനിയിൽ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മൾ കളഞ്ഞിട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായി വരാം. വളരെ മെൻ്റൽ ടോർച്ചറിങ്, നമുക്ക് ഒരു തരത്തിൽ നിന്ന് തിരിയാൻ പറ്റാത്ത ഒരുപാട് അവസ്ഥകൾ വന്നിട്ട് ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തലപ്രാന്ത് വന്നു പോകും എന്ന് കരുതിയിട്ട് ഒടുവിൽ ആ തൊഴിലിനെ ഉപേക്ഷിച്ചിട്ട് പുറത്തു വന്ന് ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്കിപ്പോൾ എന്ത് കഴിവുണ്ടോ അതിനെ വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മൾ കഴിവ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന ഏത് തൊഴിൽ സ്ഥാപനമാണോ അതിൻ്റെ മുകൾ തട്ടിലേക്ക് നമുക്ക് പ്രൊമോഷൻ കിട്ടി കയറി പോകാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ വർദ്ധിക്കുന്നത് കൊണ്ട് നമ്മളെ പറഞ്ഞു വിടാനുള്ള സാധ്യത നിൽക്കുന്ന തൊഴിൽ സ്ഥാപനത്തിന് വളരെ കുറയും. നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ്, ഇവൻ എവിടെ ഇറങ്ങിപ്പോയാലും ഇവനൊരു തൊഴിലിന് സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവൾക്കൊരു തൊഴിലിന് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന കമ്പനി, ഇയാൾ വാല്യുബിൾ ആയിട്ടുള്ള വ്യക്തിയാണെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് മാത്രം ഈ ആളെ പിരിച്ചുവിടാനോ അല്ലെങ്കിൽ ഈ ആൾക്കൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അയാളെ പുറത്ത് തള്ളിക്കളയാനോ ശ്രമിക്കില്ല. പകരം അയാളെ ചേർത്ത് പിടിക്കാൻ ആ സ്ഥാപനം കൂടുതലായിട്ട് ശ്രമിക്കും. മാത്രമല്ല, നമ്മളിങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തേക്ക് പോയാലും പുതിയൊരു സ്ഥാപനത്തിലേക്ക് നമുക്ക് ചെന്നാൽ പെട്ടെന്ന് തന്നെ എൻട്രി ചെയ്യാൻ പറ്റും. അവിടെ നമുക്ക് പെട്ടെന്ന് അവസരങ്ങൾ കിട്ടും. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യം, നമ്മൾ ഏത് മേഖലയിലാണ് നമുക്ക് താല്പര്യം എന്നുള്ളത് ജോലിക്ക് ഉതകുന്ന രീതിയിൽ പഠിക്കാനും വിട്ടുപോകരുത് എന്നുള്ളതാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു കുടുംബ ജീവിതത്തിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇന്നേ കാലത്ത് കുടുംബത്തിൽ പങ്കാളികൾ രണ്ടുപേരും ഭാര്യയും ഭർത്താവും എല്ലാം ജോലി ചെയ്യുന്ന തരത്തിലാണ്. എന്നാൽ ചില സ്ഥലങ്ങളിലാകട്ടെ ഭർത്താവിന് ഭാര്യ ജോലി ചെയ്യുന്നതിനോട് യാതൊരു താല്പര്യം ഉണ്ടാവില്ല. ഞാൻ ജോലി ചെയ്ത് കൊണ്ടുവരികയില്ലേ, പിന്നെ നീ എന്തിനാണ് ജോലിക്ക് പോകുന്നത് എന്നുള്ള ഒരു രീതിയാണ് അവർക്ക്. കാര്യം രണ്ടുപേരും കൂടെ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് അവരുമായിട്ട് പ്രൈവറ്റായിട്ടുള്ള സമയങ്ങൾ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള ഒരു കാര്യം കൊണ്ടായിരിക്കാം.
തൊഴിൽ വേണ്ട എന്ന് വിചാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒരു സേഫാണ്, സന്തോഷത്തോടെ എനിക്ക് ഫാമിലി കാര്യം നോക്കി ഇരിക്കാമെന്ന് കരുതുന്ന സ്ത്രീകളുമുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ജോലിക്കാരായിരിക്കണം എന്നുള്ളതാണ്. കാര്യം ഭാര്യയ്ക്കും കൂടെ ഒരു ജോലി ഉണ്ടെങ്കിൽ അവരും സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. ഇപ്പം ഭർത്താവിന് ഒരു ജോലി നഷ്ടം പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സാമ്പത്തികപരമായിട്ടുള്ള വലിയ ബാധ്യത വരാതെ ഈ ഭാര്യയ്ക്കൊരു ജോലി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കുറച്ചു കാലം മുന്നോട്ട് പോകാൻ പറ്റും. മാത്രമല്ല, ഇനിയിപ്പം ഭാര്യയ്ക്കാണ് ജോലി നഷ്ടപ്പെട്ടു പോയെങ്കിലും ഭർത്താവിൻ്റെ ജോലി ഇപ്പം നിലവിലുള്ളതുകൊണ്ട് അവർക്ക് രണ്ടുപേർക്കും ഒരുവിധമൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും. മറ്റത് ഒരാളുടെ ജോലിയുടെ മാത്രം ഇൻകത്തിലാണ് അവിടെ ജീവിച്ചു പോകുന്നതെങ്കിൽ ആ പ്രധാനപ്പെട്ട ആളിൻ്റെ വരുമാനം നഷ്ടപ്പെടുന്നതോടുകൂടി ആ കുടുംബം ആകെ പ്രശ്നത്തിലേക്ക് വഴുതി വീഴുകയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് കൃത്യമായ ഒരു ഇൻകം സ്രോതസ് ഉണ്ടായിരിക്കണം. അതിപ്പം ഭാര്യ പുറത്തു പോയി ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരു ഭാര്യയാണെങ്കിലോ അല്ലെങ്കിൽ ആ ഭർത്താവിന് പുറത്തേക്ക് പോകുന്നതിനോട് താല്പര്യമില്ലെങ്കിൽ അവർക്ക് വീട്ടിലിരുന്ന് ചെയ്യാവുന്ന നല്ല ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് പദ്ധതികളുണ്ട്. അവരുടെ കഴിവിനെ ഉപയോഗിച്ചിട്ട് അത് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ അവലംബിക്കുകയാണ് പ്രധാനം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കുടുംബത്തിലൊരു സാമ്പത്തിക പ്രശ്നം ഉണ്ടാകാതെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒരുവിധം അത് സഹായിക്കും. മാത്രമല്ല, വെറുതെ ഇരിക്കുന്നതിൻ്റെ മുഷിപ്പും തന്നിലുള്ള ആത്മവിശ്വാസം വളർത്താനും ഈ പങ്കാളിക്ക് കഴിയുകയും ചെയ്യും. ചുമ്മാ ഇരുന്ന് ചിലപ്പോൾ ഇങ്ങനെ ജീവിതം വെറുതെ പോകുന്നു എന്നൊക്കെ ചിലപ്പം കഴിവുള്ള ഒരു പങ്കാളിക്ക് തോന്നും, അവർക്ക് ജോലിയൊന്നും ഇല്ലെങ്കിൽ. പക്ഷേ എന്തെങ്കിലും ചെയ്തൊരു ഇൻകം ജനറേറ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ അവർക്ക് ആത്മവിശ്വാസവും വർദ്ധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ഒരു തൊഴിൽ നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു തൊഴിൽ നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കരുത് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും തൊഴിലിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയം മുതലേ നിങ്ങൾ ചിന്തിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് പ്രധാനം. വൈകുന്തോറും നമ്മുടെ റിസ്കുകൾ കൂടിക്കൊണ്ടിരിക്കും. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സമയത്ത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തൊഴിൽ നഷ്ടപ്പെട്ടു പോയി, പുതിയൊരു തൊഴിൽ നേടാനും പറ്റിയിട്ടില്ല എന്നുള്ളൊരു സന്ദർഭത്തിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും നിങ്ങൾ അങ്ങനെ നിരാശപ്പെടുകയൊന്നും വേണ്ട. കാര്യം നിങ്ങൾക്കൊരു സ്ഥാപനത്തിലെ ജോലി നഷ്ടപ്പെട്ടു പോയി, അത് വാസ്തവം തന്നെയാണ്. പക്ഷേ നിങ്ങൾ ജനിച്ചതും വളർന്നതും ഈ ഒരു സ്ഥാപനത്തെ മുൻകണ്ടിട്ടല്ല. ഇവിടെ ഈ ലോകത്തിൽ ഒരുപാട് വർക്ക് സ്പേസ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു ജോലി തന്ന ഒരു സ്പേസ് മാത്രമാണ് ഇവിടെ. ഇതിൽ നിങ്ങൾക്ക് ജോലി തുടർന്ന് ചെയ്യാൻ പറ്റിയില്ല. ഈ ഒരു കമ്പനി അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനം ഇവിടെ ഇല്ലായിരുന്നെങ്കിലും നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ജോലി ചെയ്യേണ്ട ആവശ്യം ഉണ്ടായി വന്നേനെ. കാരണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾക്ക് ഇൻകം ജനറേറ്റ് ചെയ്യണം. അങ്ങനെ സമീപിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു ജോലിയാണ് ഈ സ്ഥാപനത്തിലത്. ഇപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇത് നമ്മൾ നിരാശപ്പെട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മൾ സാമ്പത്തികപരമായിട്ട് ചിലപ്പോൾ ഒരു ബാധ്യതയിലൊക്കെ ആയിരിക്കാം. പക്ഷേ നിരാശപ്പെടാതെ എത്രയും പെട്ടെന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുക. എന്നിട്ട് ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പുകളെ ഫോളോ ചെയ്യണം. ഇപ്പോൾ ഒരു ജോലി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ജീവിതം തീർന്നു എന്നൊന്നും കരുതരുത്. കാര്യം ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമൊന്നുമല്ല നിങ്ങൾ ഇവിടെ ജനിച്ച് വീണിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലുള്ള 100 സ്ഥാപനങ്ങളുണ്ടായിരിക്കും. ചിലപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, അയ്യോ ആ സ്ഥാപനത്തിൽ നിന്ന് ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഇതിനോടകം 10ഓളം കമ്പനിയിൽ അപ്ലൈ ചെയ്തു, പക്ഷേ ഒരിടത്തുനിന്ന് എനിക്ക് കിട്ടിയില്ല എന്നൊക്കെ പറയും. ഞാൻ അവരുടെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഈ നഗരത്തിലെ 10ഓളം കമ്പനികളെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഈ നഗരത്തിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ചെകഞ്ഞാൽ തന്നെ 500 1000 കമ്പനികൾ, ചിലപ്പോൾ ഇതിനേക്കാളും മുന്നിലോ ചിലപ്പോൾ കുറച്ചുകൂടി താഴെയായിട്ട് കാണും. നിങ്ങളുടെ തൽക്കാല ആശ്വാസത്തിന് വേണ്ടി ഇവയിൽ ഏതിലെങ്കിലും ഒന്നിൽ ജോലിയിൽ കയറിയാൽ മതി. പക്ഷേ 10ഓ 15ഓ കമ്പനികൾ റിജക്റ്റ് ചെയ്ത് കാണുമ്പോൾ ഇവർക്ക് തോന്നും ഇവരുടെ ജീവിതമെല്ലാം പോയി, ഇനി ഒരു കമ്പനിയിൽ ജോലി കിട്ടില്ല എന്നോ മറ്റൊക്കെ ഇവർ ചിന്തിക്കുക. ഇവർക്ക് ഏതെങ്കിലും സ്ഥാപനത്ത് ജോലി കിട്ടില്ലെന്നൊക്കെ ഇവരങ്ങ് കരുതുകയാണ്. നിരാശയുടെ അങ്ങേ അറ്റത്തേക്ക് പോവുകയാണ്, ഡിപ്രഷനിലേക്ക് ചെന്ന് കയറിയായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയൊന്നും കരുതരുത്. നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാപനത്തിൽ ജോലി കിട്ടുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ സ്വയം എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്യാനുള്ള മാനസിക പക്വത എടുക്കണം. തൽക്കാലം എനിക്ക് ഈ പ്രതിസന്ധിയെ വകഞ്ഞു മാറിയേ പറ്റുള്ളൂ, അതുകൊണ്ട് ഞാൻ പുതിയൊരു തൊഴിൽ നേടിയെടുക്കുകയാണെന്ന് വിചാരിക്കണം. ചിലരാകട്ടെ ഇരിക്കുന്നത് വലിയൊരു പോസ്റ്റിലായിരിക്കും, ലക്ഷങ്ങൾ വരുമാനം ഉണ്ടായിരിക്കും. അതാണ് നഷ്ടപ്പെട്ടു പോയത്. പിന്നീട് അവർക്ക് തൊഴിൽ വരും, അതിലാകട്ടെ 30,000 40,000 രൂപയായിരിക്കും അവർക്ക് മാസ വരുമാനം കിട്ടുക. ഒരു തരത്തിൽ ഇവർ അവിടെ പ്രവേശിക്കില്ല. കാരണം അവർ മേടിച്ചുകൊണ്ട് ഇത്രയും ലക്ഷം രൂപയാണ്, ഇവിടെ വന്നപ്പോൾ വളരെ ചുരുക്കമാണെന്ന് വിചാരിച്ച് അവർ കയറില്ല. പക്ഷേ ഞാൻ പറയാറുണ്ട്, അതൊരു തെറ്റായ തീരുമാനമാണ്. നിങ്ങൾക്ക് ബാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഈ തൊഴിൽ, കിട്ടിയ ഏത് തൊഴിലാണെങ്കിലും അത്ര സാലറി ഒന്നും വന്നിട്ടില്ല, ആ പദവിയോടൊത്ത് നിങ്ങൾക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഉടനടി തന്നെ അത്തരം ജോലിയിൽ കയറണം. കാര്യം നിങ്ങൾക്ക് ഒരു മാസം
നിങ്ങൾ വെറുതെ നിന്ന് നിങ്ങൾക്ക് പൈസയൊന്നും കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്ത് നിങ്ങൾക്ക് 30,000 രൂപയെങ്കിൽ 30,000 രൂപ അവിടെ നമുക്ക് നേട്ടമായിട്ട് വരുന്നുണ്ട്. അവിടെ നിന്നുകൊണ്ട് ആ ജോലിക്ക് അറിയുന്ന അതിൽ ഉറച്ചു പോവുകയൊന്നും ചെയ്യരുത്. പെട്ടെന്ന് തന്നെ അന്വേഷിക്കണം. 1-2 മാസത്തിനുള്ളിൽ നിങ്ങളൊരു പുതിയ ജോലിയിലേക്ക്, നിങ്ങൾക്ക് മുന്നേ സാലറി കിട്ടിയിരുന്നത് എത്രയോ അതിൻ്റെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളോ കൂടുതലുള്ള സാലറിയിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു നിരീക്ഷണം, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടത്തണം. അപ്പോഴും നമുക്ക് ബേസായിട്ട് നമ്മുടെ അത്യാവശ്യ കാര്യങ്ങൾ നിറവേറ്റാൻ ഈ സമയത്ത് നമുക്കൊരു 30,000 50,000 രൂപയുടെ ഒരു ജോലി നമ്മുടെ കൈവശം ഉണ്ടായിരിക്കും. അതാണ് പ്രധാന കാര്യം. പിന്നെ ഒരു ജോലി കിട്ടിയാൽ ഉടൻ തന്നെ കുറേ ക്രെഡിറ്റ് കാർഡുകളൊക്കെ നമുക്ക് പലരും തരും. അതൊക്കെ വച്ചിട്ട് ഇല്ലാത്ത EMI, കാറ്, ബംഗ്ലാവുകൾ, കറക്കം, അങ്ങനെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് കയ്യിൽ 5 പൈസ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വരരുത്. 5 പൈസ ഇല്ലയെന്നല്ല, മിക്കവരും വലിയ കടത്തിലാണ് ചെന്നപ്പെടുക. ഇതൊന്നും പാടില്ലാത്ത കാര്യമാണ്. നമ്മളെ ഒന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകണം. നമുക്കെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡിലൂടെ തന്നെ പോകണം. സേവിങ്സ് മാത്രമല്ല, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധ ചെലുത്തിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു തൊഴിൽ നഷ്ടപ്പെട്ടു പോയാലും അവിടെ പിടിച്ചു നിൽക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായി വരും. എന്തായാലും തൊഴിൽ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് നിരാശയിലേക്ക് കൂപ്പുകുത്താതിരിക്കുകയാണ് പരമപ്രധാനമായ കാര്യം. നമുക്ക് മുന്നിൽ വഴികൾ ഒരുപാട് തുറന്നു കിട്ടും. അതിനു വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാനും അതിനുവേണ്ടി പരിശ്രമിക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾ കാട്ടിയാൽ മാത്രം മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീണ്ടും കാണും വരെ ബൈ.